ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ ഇസ്കോണിൻ്റെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടാണ് നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള രൂപമാണ് ജഗന്നാഥൻ്റെ രൂപം. അതായത് ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട് കലിയുഗത്തിൽ ഭഗവാൻ ദാരു രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ജഗന്നാഥ ബലദേവ സുഭദ്ര എന്നുള്ള പേരിലാണ്, ആ രൂപത്തിലാണ് ഭഗവാനെ ദാരു ശില്പമായിട്ട് കാണാൻ സാധിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ അഷ്ടസഖാക്കളും കൂടെ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നിരുന്നല്ലോ. നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ജഗന്നാഥൻ്റെ അതേപോലെ സേവകൾക്കായിട്ട്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒക്കെ സേവകൾക്കായിട്ട് അഷ്ടസഖാക്കൾ ഇവിടെ ഭൂമിയിൽ അവതരിച്ചിരുന്നു. അതിൽ ഒരാളാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള മാധവദാസ് എന്നുള്ള ഭക്തൻ എന്നാണ്. അപ്പം കോടിക്കണക്കിന് ആളുകൾ ഭഗവാനെ കാണാനായിട്ട് വരും. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് ഭഗവാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർ വളരെ കുറവാണ് എന്നാണ്. വളരെ കുറവ്. ഭഗവാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആ ഭക്തന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മാധവദാസ് എന്നാണ്. ഈ മാധവദാസ് ഭഗവാനെ കാണാൻ വന്നു കഴിഞ്ഞാൽ പരസ്പരം സംഭാഷണം നടത്താറുണ്ട് എന്നാണ്. ഭഗവാനെ അവിടത്തേക്ക് സുഖമല്ലേ, എന്തൊക്കെ വിശേഷങ്ങൾ, ഇപ്പോൾ തണുപ്പൊക്കെ എങ്ങനെയുണ്ട്, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണില്ലേ, ഇന്നത്തെ ആ ഭഗവാന്റെ അലങ്കാരങ്ങൾ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഭഗവാൻ ചോദിക്കും, മാധവദാസ് അങ്ങക്ക് സുഖമല്ലേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അങ്ങക്ക് ആരോഗ്യമൊക്കെ സുഖമല്ലേ, അങ്ങക്ക് എവിടേക്കെല്ലാം യാത്ര പോകാനുണ്ടോ, ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ പരസ്പരം അവർ വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഈ ജഗന്നാഥനും മാധവദാസ് എന്നുള്ള ആ മഹാത്മാവും തമ്മിൽ എന്നാണ്. അപ്പോൾ ഒരു ദിവസം മാധവദാസ് പറഞ്ഞു ഭഗവാനോട്, എനിക്ക് ഒരാഗ്രഹം തോന്നുന്നു, അതായത് ഭഗവാന്റെ ലീലാസ്ഥലങ്ങൾ കാണണമെന്ന്, വൃന്ദാവനത്തിൽ പോകണമെന്ന് ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് അവിടെ മൗനമായിട്ട് നിൽക്കുകയാണ്. ഭഗവാൻ അല്പസമയം മൗനമായിട്ട് നിന്നു. കാരണം ഈ ഭഗവാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു വൃന്ദാവനത്തിൽ ഒരിക്കൽ പോകണം എന്നുള്ളത്. പിന്നെ ഭഗവാൻ നിൽക്കുന്നത് അവിടെ ജഗന്നാഥനായിട്ട് നിൽക്കുന്നത് തന്നെ എങ്ങനെയാണ്, വൃന്ദാവനത്തിലെ മധുര സ്മരണകളെ ഓർത്തുകൊണ്ട് തൻ്റെ രൂപത്തിന് തന്നെ ആ രാധാറാണിയുടെയൊക്കെ വിരഹത്തിൽ ഭഗവാൻ വളരെയധികം ഉരുകിപ്പോകുന്ന നേരത്ത്, സ്വർണ്ണമൊക്കെ ഉരുകുന്ന സമയത്ത് അത് വികലമായി പോകുന്നത് പോലെ ആണ് രാധാറാണിയുടെയൊക്കെ വിരഹത്തിൽ ഭഗവാൻ അങ്ങനെ ഉരുകിപ്പോകുന്ന അവസ്ഥ, രൂപമില്ലാതായി തീരുന്ന അവസ്ഥ. ഇതാണ് ആ ജഗന്നാഥൻ്റെ രൂപത്തിന് ഇങ്ങനെ ഒരവസ്ഥ വരാൻ കാരണം എന്നാണ്. അവിടുത്തെ കണ്ണുകൾ പെട്ടെന്ന് വലുതാവുന്നത്, പിന്നെ കണ്ണുകളിൽ അശ്രുധാരധാരയായിട്ട് ഒഴുകുന്നത്, കൈകാലുകളൊക്കെ അവന് ഉള്ളിലേക്ക് വലിയുന്ന എക്സ്റ്റസിയുടെ ഭാവത്തിൽ ഉള്ളിലേക്ക് വലിയുന്നൊരു ഭാവം, ഇതെല്ലാം നമ്മൾക്ക് ഈ ഒരു പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട് വരണം എന്നുള്ളത്, ഞാനും കൂടി അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു ഭഗവാൻ ധീരമായ ഭാവത്തോടു കൂടെ. മാധവദാസ് പറയുന്നു, ഭഗവാനെ അവിടുന്ന് എൻ്റെ കൂടെ വരികയെ, എന്തൊരു ഭാരമാണ് അവിടത്തേക്ക്, അവിടുത്തെ എടുത്തു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുമോ, അഥവാ ഞാൻ അവിടുത്തെ കൊണ്ടുപോകാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ വന്നിട്ട് എന്നെ ഓടിച്ചിട്ട് തല്ലില്ലേ ഭഗവാനെ, ഞാൻ എങ്ങനെ കൊണ്ടുപോകുമോ അവിടുത്തെ എന്ന് ചോദിക്കുന്നു മാധവദാസ് ചോദിക്കുന്നു. പിന്നെ അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമോ എളുപ്പമാണോ, 7 തവണയാണ് ഒരു ദിവസം ഭഗവാൻ ആഹാരം കഴിക്കുന്നത്, ചപ്പൻ ഭോഗ്. ഞാൻ എങ്ങനെ അവിടത്തേക്ക് ആഹാരം തരും? പിന്നെ അവിടുത്തെ ഉണർത്താനാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്, എളുപ്പമല്ല ഉണർത്താനായിട്ട്. ഇവിടെ അഷ്ടസഖാക്കളായിട്ടവർ പറയുന്നു, യശോദാദേവിയൊക്കെ മയ്യൊക്കെ ഭഗവാൻ ഉണർത്തുന്ന സമയത്തെ, എഴുന്നേൽക്കുന്ന സമയത്തെ ഭഗവാന് പാല് വേണമെന്നാണ് പറയുക. ചൂടുള്ള പാല്, അത് നല്ല മധുരമുള്ള പാല്, അതും പിന്നെ മധുര പലഹാരം, ലഡു, അതൊക്കെ ചുണ്ടോടടുപ്പിച്ച് വെച്ചാൽ മാത്രമേ ഭഗവാൻ കണ്ണു തുറക്കുള്ളൂ എന്നാണ്. കണ്ണു തുറക്കുമ്പോഴേക്ക് ഈ പാല് കുടിക്കണം ഭഗവാന്. അത് മാത്രമല്ല, കുളിക്കാൻ ഭയങ്കര മടിയാണ് ഭഗവാൻ എന്നാണ് പറയണത്. അപ്പോൾ യശോദാദേവി പതുക്കെ തൻ്റെ സാരിയുടെ തലപ്പൊന്ന് നനച്ചിട്ട് ഭഗവാന്റെ കണ്ണുകളൊക്കെ തുടയ്ക്കും, മുഖമൊക്കെ തുടയ്ക്കുന്ന. ജഗന്നാഥനും ഇതേ അവസ്ഥ തന്നെയാണ് എന്നാണ്. ഭഗവാൻ കുളിക്കാൻ ഭയങ്കര മടിയാണ്. ഭഗവാൻ വലിയ കണ്ണാടി മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ ഭഗവാന്റെ രൂപത്തിനെ
ഭഗവാന്റെ രൂപത്തിനെ കാണും, പ്രതിബിംബത്തിനെ കാണും. ആ കണ്ണാടിയിൽ വെള്ളം തുടയ്ക്കുക. ഇങ്ങനെയാണ് ഭഗവാന്റെ കുളി എന്നാണ് പറയുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഭഗവാൻ കുളിക്കുള്ളൂ, സ്നാനയാത്ര. ആ കുളി കഴിഞ്ഞാൽ പിന്നീട് ഭഗവാൻ 15 ദിവസം ഭഗവാൻ അസുഖമാണ്, പനിച്ചു കിടക്കും ഭഗവാൻ. എന്നിട്ട് ആ പഹാടിയിൽ ആ നീലാചലത്തിലുള്ള വൈദ്യന്മാർ വന്ന് ഭഗവാന് മരുന്നുണ്ടാക്കി കൊടുക്കുക, കഷായമൊക്കെ കഴിച്ച ശേഷം മാത്രമേ ഭഗവാന് രോഗം മാറുള്ളൂ. 15 ദിവസം അനവസരം എന്നാണ് പറയുക ഭഗവാന്റെ. ഇങ്ങനെ പല ലീലകളുള്ള ഉണ്ട് ഭഗവാന്. അപ്പോൾ ഞാൻ എങ്ങനെ ഇതെല്ലാം അവിടുത്തെ കൊണ്ടുപോവുക, എങ്ങനെയാണ് ഭഗവാനെ കൊണ്ടുപോവുക, എന്നാ വരിക ചോദിച്ചു ഭഗവാൻ. അപ്പോൾ ചോദിച്ചു ഭഗവാൻ, ഞാൻ 6 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നുള്ളത്. ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭഗവാൻ പറയുന്നു, അവിടുത്തെ കാണാതെ, ഭഗവാനെ കാണാതെ ഭക്തൻ എങ്ങനെ ജീവിക്കുമെന്ന് ഭക്തൻ തോന്നാറുണ്ട്. അതേപോലെ ഭക്തനെ കാണാതെ ഭഗവാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഭഗവാനും തോന്നാറുണ്ട്. അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ദിവ്യമായിട്ടുള്ള ബന്ധം എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. എന്തായാലും ഭഗവാൻ വളരെ സങ്കടത്തോട് കൂടിയിട്ട് മാധവദാസനെ യാത്രയാക്കുന്നു എന്നാണ്. 2-3 ദിവസം അതോ ഇന്നത്തെ പോലെയല്ല, പോയിട്ട് ഫ്ലൈറ്റിന് പോവുക പെട്ടെന്ന് തിരിച്ചു വരിക അങ്ങനെയൊന്നുമല്ല. ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ 1-2 മാസത്തെ യാത്ര കൊണ്ട് മാത്രമേ ഈ ജഗന്നാഥപുരിയിൽ നിന്നും വൃന്ദാവനത്തിലെത്താൻ സാധിക്കുള്ളൂ. അതേപോലെ തിരിച്ചു വരാനും സമയം വേണം എന്നാണ്. ഭഗവാന് വല്ലാത്ത സങ്കടമായി. ഭഗവാൻ മുഖം താഴ്ത്തി അവിടെ. എന്തായാലും ആ മാധവദാസ് വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. സാധാരണ അദ്ദേഹം ഒരു അയാചക വൃത്തിയുള്ള ഒരാളാണ്, ആരോടും ഒന്നും ചോദിക്കില്ല മാധവദാസ് എന്നാണ്. അദ്ദേഹത്തിന് വിശപ്പെന്ന് പറയുന്ന വസ്തു തന്നെ ഇല്ല. കാരണം നിരന്തരം അദ്ദേഹം ഭഗവാന്റെ സേവകളിൽ ഭഗവാന്റെ ദിവ്യമായ ആ സ്മരണയാകുന്ന അമൃത് കഴിച്ചിട്ട് അദ്ദേഹത്തിന് തീരെ ഒരു വിശപ്പ്, ദാഹം ഇതൊന്നും പതിവില്ല. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് വല്ലാതെ വിശക്കാൻ തുടങ്ങി, സഹിക്കാൻ പറ്റാത്ത വിശപ്പ്. അപ്പോൾ സഹിക്കാൻ പറ്റാതെ വിശക്കുന്ന സമയത്ത് അദ്ദേഹം മുമ്പിൽ കണ്ട ഒരു ഗൃഹത്തിൽ കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് പറയുന്നു. തേജസ്സുള്ള ഒരു വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരുമെന്ന് പറയുക. ആ ഗൃഹത്തിലുള്ള ആ അമ്മയ്ക്ക്, മാതാജിക്ക് വളരെ സന്തോഷമായി. അവർ ഭഗവാൻ ഭക്ഷണം, മാധവദാസിന് ഭക്ഷണം കൊടുക്കണു, റൊട്ടി, അതേപോലെ പല വിഭവങ്ങളായിട്ട് കൊടുക്കണു. മാധവദാസ് ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷേ എത്ര കഴിച്ചിട്ടും മതിയാവണില്ല അദ്ദേഹത്തിന്. ഇങ്ങനൊരു വിശപ്പോ എനിക്ക്, ഇങ്ങനെ വിശക്കണത് എങ്ങനെയാ? അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു. മാധവദാസ് ചിന്തിക്കുകയാണ്. ആ അടുത്തിരിക്കുന്ന വിളമ്പിക്കൊടുക്കുന്ന സ്ത്രീ പറയുന്നു, അങ്ങ് കഴിക്കുന്ന സമയത്ത് അങ്ങയുടെ തൊട്ടടുത്ത് മറ്റൊരാൾ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ, ചെറിയൊരു ഉണ്ണിയായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. അങ്ങ് ഈ വിളമ്പിയിട്ടുള്ളതൊക്കെ അങ്ങല്ല കഴിക്കുന്നത്, അതിൻ്റെ അടുത്തിരിക്കുന്ന ആ ഉണ്ണിയാണ് കഴിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്, അതായത് ഭഗവാന്റെ എന്തെന്നില്ലാത്ത കൃപ, അതുകൊണ്ട് ഭഗവാൻ തൻ്റെ കൂടെ സാന്നിധ്യം ചെയ്തതാണ് എന്നുള്ളത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മാധവദാസിന് വല്ലാതെ വിശക്കും. കാരണം മാധവദാസ് ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പോയത്. ഭഗവാൻ എവിടെയാണ്? ഭഗവാൻ ഭക്തൻ്റെ ഹൃദയത്തിലിരിക്കണോ, ഭക്തൻ ഭഗവാന്റെ ഹൃദയത്തിലിരിക്കണോ എന്നാണ്. ആ പരസ്പര ബന്ധമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം യാത്രകൾക്ക് ശേഷം ഇവിടെ വൃന്ദാവനത്തിലെത്തി. അവിടെ ബാങ്കബിഹാരി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോഴേക്ക് എന്തെന്നില്ലാത്ത ആനന്ദം. കാരണം ഭഗവാനെ കാണാനില്ലെങ്കിലും ഈ മാധവദാസിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ അങ്ങനെ ആവേശിച്ചിരിക്കുകയാണെന്നാണ്. ആനന്ദിച്ച് നൃത്തം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ വരവ് എന്നാണ്. അങ്ങനെ ബാങ്കബിഹാരി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ പണ്ഡിറ്റ്ജി പറയുന്നു, എനിക്ക് മനസ്സിലായി അങ്ങ് വരും എന്നുള്ളത്. ആരെ പറഞ്ഞത്? അതെ, ഇവിടെ ഭഗവാൻ പറഞ്ഞു വരുന്നത്. ബാങ്കബിഹാരി പറഞ്ഞു, ബിഹാരിജി പറഞ്ഞു അങ്ങ് വരുമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താ, പ്രസാദങ്ങൾ മുഴുവൻ ധാരാളമായിട്ട് കരുതിയിരിക്കുകയാണ് അവിടെ. അതോ ഭഗവാൻ ധാരാളം ഭക്ഷണം കിട്ടിയത് വരുന്ന വഴിക്ക് മുഴുവൻ ഈ ജഗന്നാഥൻ്റെ കൂടെ ബാങ്കബിഹാരിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ്.
അപ്പോൾ രണ്ടുപേരും കൂടി ഇഷ്ടം പോലെ മാധവദാസൻ്റെ കൂടെ നടന്നിട്ട് അവർ ആഹാരം കഴിച്ചിട്ടുണ്ട്, പ്രസാദങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത് അങ്ങയ്ക്ക് പ്രസാദം തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ബാങ്കെ ബിഹാരിക്ക് അറിവ് കൊടുത്തു, എന്ത് ഈ തൻ്റെ ഭക്തൻ വരുന്നുണ്ട്, ഇവിടെ ജഗന്നാഥൻ ഇവിടെ എഴുന്നള്ളുന്നു എന്നുള്ളത്. അങ്ങനെ ആ ജഗന്നാഥനെയും അതേപോലെ മാധവദാസിനെയും ഒന്നിച്ച് സൽക്കരിച്ചു. ആര്? ബാങ്കെ ബിഹാരി സൽക്കരിക്കുന്ന ഒരു ദൃശ്യം. പല പല അത്ഭുതങ്ങൾ നമുക്ക് വൃന്ദാവനത്തിലും ജഗന്നാഥപുരിയിലും കാണാനായിട്ട് സാധിക്കും എന്നാണ്. അത്ഭുതകരമാണ് ഭഗവാന്റെ ഓരോ ലീലകളും എന്നാണ്. അപ്പോൾ ഇന്നും ഭഗവാൻ ജഗന്നാഥൻ ഇവിടെ വൃന്ദാവനത്തിൽ പരിക്രമയുടെ മാർഗത്തിൽ ഭഗവാൻ കാണാൻ സാധിക്കും. അതായത് യമുനാ നദീ തീരത്തായിട്ട് ആ വൃന്ദാവന പരിക്രമയുടെ ആ സന്ദർഭത്തിൽ ജഗന്നാഥ ക്ഷേത്രം കാണാൻ സാധിക്കും. ഹരിദാസ് ഠാക്കൂറിന് വേണ്ടി ഭഗവാൻ നേരിട്ട് വൃന്ദാവനത്തിൽ നിന്നും ജഗന്നാഥൻ്റെ വിഗ്രഹം വന്നതാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആ കഥകൾ നമ്മൾക്ക് ഇനി അനുസ്മരിക്കാം. ജഗന്നാഥ പ്രഭുവിൻ്റെ അനേകം കഥകൾ നമുക്ക് സ്മരിക്കാനുണ്ട്. ഇത് വളരെ വിശേഷപ്പെട്ട സ്ഥാനമാണ്. ഗുരുവായൂരപ്പൻ്റെ സ്ഥാനം ഈ ഒരു ദിവ്യമായിട്ടുള്ള ഒരു ധാമമാണ്. ഈ ജഗന്നാഥൻ്റെ ധാമമായിട്ടത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളത്, ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന എല്ലാവരും ഇവിടെ ഇസ്കോൺ ഗുരുവായൂരിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ വരണം. ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്ന് എല്ലാവരും ദർശനം നടത്തണം. ജഗന്നാഥൻ നിങ്ങൾക്ക് വേണ്ട പ്രസാദങ്ങൾ അതും അതിനുള്ള ഇത് എവിടെയാണെങ്കിലും നമ്മൾ കൊടുക്കണം. പിന്നെ റൂം, താമസിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ നമ്മൾക്ക് ഇതിനുള്ള പ്രസാദത്തിനുള്ള സൗകര്യങ്ങൾ, പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഗോശാല, ആ ഗോശാലയിൽ നിറയെ പശുക്കൾ, തുളസി വനം, ഇതൊക്കെ നമ്മൾക്ക് ഇവിടെ ഇസ്കോൺ ഗുരുവായൂരിൻ്റെ വൃന്ദാവന ഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വരണം. ഇവിടെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഭഗവാനെ വന്ന് കാണണം, ഭഗവാനെ നമസ്കരിക്കണം. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ജഗന്നാഥ ബലദേവ് സുഭദ്രാമയേ കി ജയ്. ഹരേ കൃഷ്ണ.